രാത്രി പെട്ടെന്ന് ഒരു 8-10 ആ സമയത്ത് ഒരു ഫസ്റ്റ് ആദ്യം ഒരാൾ വന്നു. പിന്നെ ഇവർ ആദ്യം ടാക്സ് ഓഫീസറാണ് പറഞ്ഞു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്തു. പിന്നെ 3 ആൾ ബാക്കിൽ വന്നു. വന്നതിന് ശേഷം അവർ ഷട്ടർ താത്തുന്ന നോക്കി. അപ്പോഴേക്ക് എനിക്ക് തോന്നിയത് ഇവർ ചെയ്യുന്നത് ശരിയല്ല. അപ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് ഓടി ഷട്ടറിൻ്റെ പുറത്ത് ചാടി. എൻ്റെ മകനും പുറത്ത് കയറി. ആട് കഴിച്ചിലായി. ഒച്ചപ്പാടുണ്ടാക്കിയതിന് ശേഷം ജനങ്ങൾ ഒരു പിടിച്ചു. അങ്ങനെ ഞാൻ കഴിച്ചിലായി. എല്ലാവർക്കും ഇന്നൊരു പ്രശ്നമായിരുന്നു. കാരണം അവർ ചെയ്തത് ശരിയില്ല. കാരണം പെട്ടെന്ന് സംഭവിച്ചു പോയത്. കാരണം ഓരോ വരലും അടിപിടി തുടങ്ങലും ഒരേ സമയത്തായിപ്പോയി. അങ്ങനെ ബേജാറായിപ്പോയി. കാരണം ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെ കച്ചവടം ചെയ്യാൻ. കാരണം നിനക്ക് കച്ചവടമൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 2.5 ലക്ഷം ഇവിടെ നമ്മൾ വീട്ടിൽ പോകാനായിരുന്നു. അപ്പോൾ എടുത്തിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് മേശാൻ മോള് ഞങ്ങൾ വീട്ടിൽ പോലും ഇതിന് ഒരേ സമയത്ത് കറക്റ്റായിപ്പോയി. അത് അങ്ങനെ ആയിപ്പോയതാ. അല്ലെങ്കിൽ ഇപ്പോൾ പൈസ കിട്ടില്ലെങ്കിൽ അങ്ങനെ പിന്നെ അതെടുത്തു. പക്ഷേ നാട്ടുകാരെടുത്ത് പൈസ പിടിച്ചു, പോലീസുകാരൊക്കെ പിടിച്ചു. ആണ് പൈസ ഓരോരുത്തർ കിട്ടിയിട്ടുണ്ട്. ചെറിയ നമ്മൾ ഒന്നും തല്ലല്ലേ. എനിക്കൊരു ചെറിയ ഷോൾഡറിന് ഇവിടെ പ്രശ്നമുണ്ടോ? കാരണം ഇന്നലെ രാത്രി പിന്നെ പ്രശ്നമായി. മോന് ഇവിടെ ഇങ്ങനെ അടിപിടി. കാരണം ഉണ്ടത്തല്ലായില്ലോ. അപ്പോൾ ഇങ്ങനെ പോലെ അടിച്ചു. എന്തൊക്കെയോ പ്രശ്നമായി. അപ്പോൾ നമ്മൾ രാത്രി പറഞ്ഞ് വേദനയുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കുടുംബ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. ഒരു കാലം കൊണ്ട് ഇങ്ങനെ കുത്തി അങ്ങനെയൊക്കെ പ്രശ്നം വന്നു. അപ്പോൾ എന്തൊക്കെ സംഭവം ആ സ്പീഡിലുണ്ടായതുകൊണ്ട് അടിപിടിക്ക് ഉണ്ടായതുകൊണ്ട് അവർ കൊടുത്തു കിട്ടില്ല. സംഭവം അടിപിടി നല്ലോണം നടന്ന് ദൈവം നമ്മൾ രക്ഷിച്ചത്. അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ നമ്മൾ Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti. കൊണ്ടോട്ടിയിൽ സ്വർണ്ണമൊരുക്കുന്ന സ്ഥാപനത്തിലെത്തിയ 4-അംഗ സംഘം 2.5 ലക്ഷം രൂപ കവർന്ന പരാതിയിൽ കൂടുതൽ അന്വേഷണം. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. രക്ഷപ്പെട്ട 3 പേർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. വർഷങ്ങളായി കൊണ്ടോട്ടി തങ്ങൾസ് റോഡിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് ജോലി ചെയ്യുന്ന മഹാരാഷ്ട്ര സ്വദേശി രാംദാസിനെയും മകനെയും സ്ഥാപനത്തിലെത്തിയ 4-അംഗ സംഘം ആക്രമിച്ച് പണം തട്ടിയെന്നാണ് കേസ്. ഷോപ്പിലെത്തിയ സംഘം ഷട്ടർ താഴ്ത്തിയ ശേഷം ബലമായി പണം കൈക്കലാക്കുകയായിരുന്നു. പണവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ബഹളം കേട്ട നാട്ടുകാരും സമീപ കടകളിലുണ്ടായിരുന്നവരും ഓടിയെത്തി. സംഘത്തിലെ ഒരാളെ തടഞ്ഞുവെച്ചു. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റു 3 പേർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി കടയടച്ച് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് 4-അംഗ സംഘം എത്തിയത്. ഇപ്പോൾ ഇന്നലെ സംഭവിച്ചത് നമ്മുടെ കുമാർ ഷോട്ടുവിന് സംഭവിച്ചതന്നെ വലിയൊരു സംഭവമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ നിന്ന് വർക്കൊക്കെ കഴിഞ്ഞു അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ആദ്യം ഒരു പേര് അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് വരികയും പിന്നീട് കണ്ടിന്യൂ ആയിട്ട് 1, 2, 3 പേര് ഷോപ്പിലേക്ക് എത്തുകയും ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണക്കെടുക്ക് പുസ്തകം എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആദ്യം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ക്യാഷൊക്കെ ഇവിടെ നിന്ന് ആ കുമാർ സേവനോട് ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് കുമാർ സേവന് മനസ്സിലായത് ഉദ്യോഗസ്ഥന്മാരാകുമ്പോൾ ആ ഒരു സ്വഭാവത്തിൽ സംസാരിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കുമാർ സേവൻ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരല്ലാതെ സ്വയം മൂപ്പർക്ക് മനസ്സിലായതുകൊണ്ട് അവരെന്ത് ചെയ്ത് വീണ്ടും ഷട്ടർ താത്താനുള്ള ശ്രമം നടത്തി. ആ ഷട്ടർ നടത്താനുള്ള ശ്രമത്തിലാണ് കുമാർ സേവന് എന്ത് മനസ്സിലായത്? ഇത് ഉദ്യോഗസ്ഥന്മാരല്ലാതെ ഡ്യൂപ്ലിക്കേറ്റാണ്, നമ്മളെ കബളിപ്പിക്കാനാണ്. അപ്പോൾ ആ സമയത്താണ് മൽപിടുത്തം ഉണ്ടാവുകയും ആ മൽപിടുത്തത്തിൽ മേശയിലുള്ള ക്യാഷാണ് അവർ 2.5 ലക്ഷം റുപ്യ അവരെടുത്ത് കൊണ്ടുപോവുകയും നമ്മുടെ CDRG ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ വെച്ചിട്ട് ജനങ്ങളും എല്ലാവരും കൂടിയിട്ടാണ് അദ്ദേഹത്തെ ആ കള്ളൻ്റെ മോഷ്ടാവിൻ്റെ അടുത്തുനിന്ന് ആ പൈസ കയ്യിൽ ഈടാക്കാൻ സാധിക്കുകയും ആ ഈടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് കൊണ്ടോട്ടി സ്റ്റേഷനിൽ അയാളെ ഏൽപ്പിക്കുകയും 3 കള്ളന്മാർ ആ കൂട്ടത്തിലുള്ള 3 കള്ളന്മാർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു.